ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. എഗ് ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. അതും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉപയോഗിച്ചിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. അതിനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകി ഒന്ന് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാബേജ്, അതുപോലെ തന്നെ കുറച്ച് കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകാൻ വെക്കുക. ചട്ടി ചൂടായാൽ നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളി ഇട്ട് ആദ്യം കിഴങ്ങ് ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കിഴങ്ങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളി 3 ഇല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സവാള ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. സവാള നല്ലപോലെ വഴന്ന് വരുമ്പോഴാണ് നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഗരം മസാല പൊടിച്ചതാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. 4 മണിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.